സോ ഹലോ ഓൾ, എൻ്റെ പേര് ആകാശ് ബിജു. എനിക്ക് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ എന്ന് പറഞ്ഞ പോസ്റ്റിൽ 19th റാങ്ക് നേടിയിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ 22 വയസ്സാവുകയാണ്. അപ്പോൾ കോച്ചിങ് തന്നെ ഒരു നല്ല രീതിക്ക് നല്ലൊരു പാത്ത് എനിക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ഏണസ്റ്റ് അക്കാദമിയുടെ കോച്ചിങ് ആണ്. അതിലെനിക്ക് വേറൊന്നും പറയാനില്ല, കാരണം അത് നിങ്ങൾ അനുഭവിച്ച് അറിയേണ്ട ഒരു കാര്യമാണ്. സോ ഹലോ ഓൾ, എൻ്റെ പേര് ആകാശ് ബിജു. എനിക്ക് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ എന്ന് പറഞ്ഞ പോസ്റ്റിൽ 19th റാങ്ക് നേടിയിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ 22 വയസ്സാവുകയാണ്. ഞാനിപ്പോൾ പഠിക്കുന്നത് TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലത്താണ്. എൻ്റെ ഡിപ്ലോമ ഞാൻ പഠിച്ചത് മഹാരാജാസ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂരാണ്. അതിനുശേഷം ഒരു 8 months വർക്ക് ചെയ്യും, ട്രെയിനിയായിട്ട് വർക്ക് ചെയ്യും ചെന്നൈയിൽ. അതിനുശേഷം ഞാനൊരു ലാറ്റർ എൻട്രി എക്സാം ഉണ്ടായിരുന്നു, നമ്മുടെ BTech സെക്കൻഡ് ഇയറിലേക്ക് കയറാനായിട്ടുള്ളൊരു ലാറ്റർ എൻട്രി എക്സാം ഉണ്ടായിരുന്നു. അത് എഴുതി നമ്മൾ TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കയറുകയുണ്ടായി. അതിനുശേഷമാണ് ഒരു 3rd സെമ്മിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു December 31st നോട്ടിഫിക്കേഷൻ വരികയുണ്ടായി നമ്മുടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ. അപ്പോഴാണ് ഇതിനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് PSC എക്സാം എഴുതുന്നത്. അപ്പോൾ ഈ PSC എക്സാം ആദ്യമായിട്ട് എഴുതുമ്പോൾ തന്നെ നല്ലൊരു പോസ്റ്റിലോട്ട് എഴുതണമെന്ന് എനിക്ക് നല്ല രീതിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റ്, അതായത് എന്നെ ഡിപ്ലോമയിൽ പഠിപ്പിച്ചിട്ടുണ്ടായ ഒരു ഫാക്കൽറ്റീനെ കണ്ടിട്ടാണ് എനിക്കൊരു ഇൻസ്പിറേഷൻ വന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു പോസ്റ്റിലോട്ട് തന്നെ എക്സാം എഴുതുന്നത് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്തത്. ഞാൻ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന കുറേ വെല്ലുവിളികൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ടൈം മാനേജ്മെൻറ്റ് ഒരു പ്രശ്നമായിരുന്നു. ബിക്കോസ് ഞാൻ ഓൾറെഡി പഠിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലാസ്സസിന് പോകണം, പിന്നെ അതിൻ്റെ നോട്ട്സ് പഠിക്കാനുള്ള എക്സാംസ്, അങ്ങനെ വേറെ കുറേ തിരക്കുകളുണ്ടായിരുന്നു. അപ്പോൾ സമയമാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഓവർകം ചെയ്യാനായിട്ട് ഞാൻ കുറച്ചുകൂടി കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വന്നു. എനിക്കൊരു പെർ ഡേ ഒരു 12 hours അടുത്ത് എനിക്ക് പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻസ് വരെ വന്നിട്ടുണ്ട്. രണ്ടും, ഒന്ന് എഞ്ചിനീയറിങ്ങും അതിനോടൊപ്പം തന്നെ PSCയും. അപ്പോൾ എൻ്റെ എക്സാം പ്രിപ്പറേഷൻസ് ഇങ്ങനെയായിരുന്നു. ഞാൻ രാവിലെ ഒരു 3:30 എഴുന്നേക്കും. രാവിലെ ഒരു 3:30 മുതൽ ഞാൻ ടോയ്ലറ്റിലൊക്കെ പോയതിനു ശേഷം ഒരു ½ an hour ഞാൻ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അതെല്ലാ ദിവസവും ഞാൻ കാണുമായിരുന്നു. ഈ മോട്ടിവേറ്റഡ് വീഡിയോസ് കണ്ടതിന് ശേഷം ബാക്കി ഫുൾ ഡേ ഞാൻ പഠിക്കുകയാണ്. എൻ്റെ ഒരു ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു 6 hours പെർ ഡേ ഞാൻ പഠിച്ചിരിക്കണം. അപ്പോൾ ഞാൻ ആ രീതിക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ടായ കുറച്ച് ഷോർട്ട് ട്രിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ നോട്ട്സ് വയ്ക്കുക, പിന്നെ സ്വന്തമായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, പിന്നെ നമ്മുടെ വാളിലൊക്കെ ഇങ്ങനെ എഴുതി വയ്ക്കുക. സാധാരണ ഒട്ടിക്കുക, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഫോണിൽ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്താണ് ഷോർട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഫോണിലും നോട്ട്സും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ടൈം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ജസ്റ്റ് നമുക്ക് എന്ത് സമയം കിട്ടിയാലും ഞാൻ പോയിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം. കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഒപ്പിച്ചിട്ട് അതിരുന്ന് അറ്റൻഡ് ചെയ്യും. അപ്പോൾ പ്രിപ്പറേഷൻസൊക്കെ ഇങ്ങനെയാണ്. ഞാൻ കോമ്പറ്റീറ്റീവ് എക്സാംസിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് ടൈം മോട്ടീവ് മാത്രമല്ല, അല്ലെങ്കിൽ ജസ്റ്റ് ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കൽ മാത്രമല്ല, അതിനോടൊപ്പം തന്നെ റിവിഷനും പ്രോപ്പറായിട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. മോട്ടിവേഷൻ, കൺസിസ്റ്റൻസി, റിവിഷൻ, ഈ 3 കാര്യങ്ങളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ എപ്പോഴും ടൈം എനിക്ക് മാനേജ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് എൻ്റെ ഒരു കേസിൽ. അപ്പോൾ ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ ടൈം ടേബിൾസും കാര്യങ്ങളൊക്കെ ഒരു വീക്കിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. പലപ്പോഴും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലേ പോലും ഞാൻ മാക്സിമം പ്രിപ്പയർ ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പോൾ കറക്റ്റ് ടൈം ടേബിൾ വെച്ച് പോകുമ്പോൾ നമുക്ക് ആ ടൈമിൻ്റെ വാല്യൂവും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റും. എത്രത്തോളം ടൈം നമ്മൾ കളഞ്ഞു, എത്രത്തോളം വേസ്റ്റ് ചെയ്തു, എത്രത്തോളം നമ്മൾ യൂട്ടിലൈസ് ചെയ്തൊക്കെ മനസ്സിലാവും. ഒരു അനാലിസിസ് നടത്താൻ പറ്റും, സെൽഫ് അനാലിസിസ്. അതനുസരിച്ച് നമുക്ക് ഡേ ബൈ ഡേ ഇമ്പ്രൂവ് ആവാൻ പറ്റും. അപ്പോൾ ഞാൻ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു മെക്കാനിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ ഞാൻ പ്രീവിയസ് ആയിട്ടുള്ള, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, PSCയുടെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവൈസ് ചെയ്യും. ഞാൻ ചെയ്തത് അങ്ങനെയല്ല. ഞാനൊരു 60 days ഇട്ടു. 60 days പെർ ഡേ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ചെയ്തിരിക്കും പ്രീവിയസ്. അത് കൂടാതെ ഞാൻ എക്സ്റ്റേണൽ ആയിട്ടുള്ള അതർ സ്റ്റേറ്റ് PSCs ഉണ്ടല്ലോ, അതിലൊക്കെ ഞാൻ അതിൻ്റെ ഒരു PDF എന്തെങ്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ എല്ലാം കയറിയിട്ട് അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഒരു ദിവസം അറൗണ്ട് ഒരു 2000 ക്വസ്റ്റ്യൻസോളം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അതർ സ്റ്റേറ്റ് PSC മാത്രം. പിന്നെ വേറെ എൻ്റെ സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നോക്കുന്നത് SSC JE, പിന്നെ RRB JE, പിന്നെ ESC, പിന്നെ UPSC, ഗേറ്റ്, ഇതിൻ്റെയൊക്കെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുമായിരുന്നു. അതിന് ആൻസേഴ്സ് ചെയ്യും. മെക്കാനിക്കൽ ബേസ്, നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാം ഞാൻ ആൻസർ ചെയ്യും. എനിക്ക് എവിടെയൊക്കെ എന്ത് കിട്ടുന്നു അതൊക്കെ ഞാൻ പ്രിപ്പറേഷന് വേണ്ടി എടുക്കാറുണ്ട്. ഞാൻ ലാറ്റർ എൻട്രി എക്സാം എഴുതിയ സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച റാങ്ക് അല്ല എനിക്ക് കിട്ടിയത്. ലാറ്റർ എൻട്രി എക്സാം എന്ന് പറഞ്ഞാൽ BTechലോട്ട് കയറാനുള്ളൊരു എക്സാം. അപ്പം ഞാൻ ഉദ്ദേശിച്ച റാങ്ക് എനിക്ക് കിട്ടിയില്ലായിരുന്നു.
അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു കോച്ചിങ്ങിൻ്റെ ആവശ്യം എപ്പോഴും ഉണ്ട്. കാരണം എൻ്റെ ഒപ്പം പഠിച്ചവരൊക്കെ കോച്ചിങ്ങിന് പോയവരൊക്കെ നല്ല രീതിക്ക് റാങ്ക് മേടിച്ചവരുണ്ട്. എനിക്ക് കിട്ടിയതൊരു പ്രോപ്പർ കോച്ചിങ് ആയിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു എക്സാമിൽ, കാരണം ഇതിന് ഡ്രീം ജോബാണ്, ഇതിന് കയറുമ്പോൾ എന്തായാലും എനിക്ക് നല്ലൊരു കോച്ചിങ് വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ യൂട്യൂബിലൊക്കെ കുറേ നോക്കി. അവസാനം ഞാൻ നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഏണസ്റ്റ് അക്കാദമി ചൂസ് ചെയ്യുന്നത്. ഏണസ്റ്റ് അക്കാദമി ചൂസ് ചെയ്തപ്പോൾ ഞാൻ ആദ്യം തന്നെ വിളിക്കുന്നത് നമ്മുടെ വിപിൻ സാറിനെയാണ്, വൺ ഓഫ് ദി ഫൗണ്ടർ. ഞാൻ വിളിച്ചപ്പോൾ സാർ എന്നെ നല്ല രീതിക്ക് മോട്ടിവേറ്റ് ചെയ്യുകയും, ആകാശ് ഞാൻ പറഞ്ഞു ഫസ്റ്റ് എക്സാമാണ് സാർ, എനിക്ക് നല്ല എൻ്റെ ഒരു ഡ്രീം ജോബാണ്, എനിക്കിത് അറ്റൈൻ ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സാറ് പറഞ്ഞു കുഴപ്പമില്ല ആകാശ്, നമുക്ക് പറ്റുന്ന എല്ലാ ഹെൽപ്പും സാറ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സാറ് പ്രൊവൈഡ് ചെയ്ത നമ്പറാണ് നമ്മുടെ അഞ്ജു മിസ്സിൻ്റെ, വൺ ഓഫ് ദ മെൻറ്ററാണ് ഏണസ്റ്റ് അക്കാദമിയുടെ. അപ്പോൾ ഞാൻ മിസ്സിനെ വിളിക്കുകയുണ്ടായിരുന്നു. മിസ് എന്നോട് പറഞ്ഞു ആകാശ് എന്തുകൊണ്ടും പേടിക്കണ്ട, ആകാശിന് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും, ആ ഒരു കോൺഫിഡൻസ് മാത്രം മനസ്സിലുണ്ടായി പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഒരു കോൺഫിഡൻസ് വെച്ചിട്ട് തന്നെ കോച്ചിങ്ങിൽ ചേരുകയുണ്ടായി. നമ്മുടെ ഫാക്കൽറ്റീസ് ആണെങ്കിലും നമ്മുടെ നോട്ട്സ് ആണെങ്കിലും ടെസ്റ്റ്, ഈവൻ നമ്മൾ ലാസ്റ്റ് ടൈം നടത്തിയ ടെസ്റ്റ് നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരെ ആ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോച്ചിങ് തന്നെ ഒരു നല്ല രീതിക്ക് നല്ലൊരു പാത്ത് എനിക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ഏണസ്റ്റ് അക്കാദമിയുടെ കോച്ചിങ് ആണ്. അതിലെനിക്ക് വേറൊന്നും പറയാനില്ല, കാരണം അത് നിങ്ങൾ അനുഭവിച്ച് അറിയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇവരുടെ മെൻറ്ററിങ് സപ്പോർട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കോച്ചിങ് സെൻറ്ററിലെ മെൻറ്ററിങ് സപ്പോർട്ട് നമുക്ക് എപ്പോഴും ഒരാളുടെ നമ്മുടെ ബാക്ക് ബോൺ ആയിട്ട് ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു നല്ലൊരു കാര്യമാണ്. എനിക്ക് എൻ്റെ മെൻറ്റർ അഞ്ജു മിസ്സായിരുന്നു. ഞാനിപ്പോൾ ചില സമയത്ത് ഡിപ്രസ്ഡ് ആയി പോയായിരുന്നു ചില സമയത്ത്. അപ്പോൾ എന്നോട് മിസ് എന്നെ ഡെയിലി ഇങ്ങനെ കോൺടാക്ട് ചെയ്യുമായിരുന്നു, ആകാശ് പഠിച്ചു, ആകാശ് ഇന്ന സമയത്ത് പഠിച്ചു ഒക്കെ കോൺടാക്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഒരാൾ സപ്പോർട്ടിന് വരുമ്പോൾ ഒബ്വിയസ്ലി നമുക്കൊരു എനർജി കിട്ടും. ആ ഒരു എനർജി മതി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. അപ്പം മിസ്സ് എന്നെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മിസ്സ് ആസ് എ പാർട്ട് ഓഫ് ഏണസ്റ്റ് അക്കാദമി നല്ല രീതിക്ക് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാക്കൽറ്റീസ്, എനിക്ക് തോന്നുന്നു വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ ഫാക്കൽറ്റീസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഫാക്കൽറ്റീസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. നമ്മുടെ ഫാക്കൽറ്റീസ് ഇപ്പോൾ ഒരു ചെറിയ വീഡിയോയിൽ തന്നെ കുറേ പോർഷൻസൊക്കെ നല്ല രീതിക്ക് കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തായിരുന്നു. പിന്നെ നമ്മളൊരു PSC എക്സാം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എല്ലാം പഠിച്ച് ആർക്കും ഒരു പഠിക്കേണ്ട ഒരു ആവശ്യമില്ല, നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. നമ്മുടെ ഏണസ്റ്റ് അക്കാദമി നമ്മുടെ ഫാക്കൽറ്റീസും കാര്യങ്ങളൊക്കെ ഫോക്കസ്ഡ് ആയിട്ട്, അതായത് എത്രത്തോളം പഠിക്കണം അത്രയും പഠിച്ചാലുള്ള രീതിക്ക് തന്നെയാണ് സിലബസും കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി തന്നെ ആദ്യമേ ടെൻഡേറ്റീവായിട്ട്. അതിനുശേഷം സിലബസ് വന്നപ്പോഴും ഏകദേശം സെയിം തന്നെയായിരുന്നു. നമ്മൾ വലിച്ചു വരുമൊന്നും പഠിച്ചിട്ടില്ല, എന്താണോ ആവശ്യം അത് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും അത് കവർ ചെയ്യാൻ പോലും പറ്റത്തില്ല, കാരണം എനിക്ക് എൻ്റെ മുമ്പിൽ ആകെ 4 months എൻ്റെ മുമ്പിലുള്ളൂ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്തില്ല, അതുകൊണ്ട് എനിക്ക് ഒരിക്കലും അത് അച്ചീവ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ കോച്ചിങ് സെൻറ്റർ എൻ്റെ ഈ ഒരു അച്ചീവ്മെൻറ്റിൽ നല്ലൊരു റോള് പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഏറ്റവും ചെറിയൊരു ഏജിൽ ഞാൻ ഈ PSCക്ക് വരാനായിട്ടൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഡിപ്ലോമ പഠിക്കുക, ഞാൻ +2 കഴിഞ്ഞിട്ടാണ് ഡിപ്ലോമയ്ക്ക് കയറുന്നത്, സെക്കൻഡ് ഇയറിലേക്ക്. +2 സയൻസ് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഡിപ്ലോമ ഞാൻ 10th അങ്ങനെ പഠിക്കില്ലായിരുന്നു, +2 ഒരു ആവറേജ് ആ ഒരു ലെവലിലാണ് പഠിക്കേണ്ടായിരുന്നത്. ഡിപ്ലോമ ലാസ്റ്റ് സെം ആയപ്പോഴേക്കാണ് എനിക്കൊരു റിലേഷൻഷിപ്പ് വരുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കെന്തോ ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു കുട്ടീനെ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ജോബ് അനിവാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ ഞങ്ങളുടെ ഒരു സാറുണ്ടായിരുന്നു, നിഖിൽ സാർ എന്നാണ് സാറിൻ്റെ പേര്, സാറിനെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ്, അതായത് ഞാൻ ആഗ്രഹിച്ചിരുന്ന ആ ഒരു പോസ്റ്റ്, അതിലേക്ക് ഒഴിവുകൾ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കണക്ക് കൂട്ടിയിട്ടാണ് ഞാൻ പിന്നെ ഒരു 8 months വർക്ക് ചെയ്യുകയും അതിനുശേഷം BTech പഠിക്കാൻ പോകുമ്പോൾ എങ്ങനെ പോയാലും എനിക്ക് 3 years കിട്ടും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് പഠിക്കാനുള്ള പ്ലാൻ ഇട്ടിരുന്നത്. അപ്പോൾ എൻ്റെ മേജർ മോട്ടീവ് ആ ഒരു റിലേഷൻഷിപ്പാണ്. അതിനുശേഷം ഞാൻ ലേറ്റർ ഓൺ എൻ്റെ പാരൻസിൻ്റെ സിറ്റുവേഷൻസും അവരുടെ ഹാർഡ് വർക്ക്സും കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തിട്ടുണ്ട്, ഇല്ലയെന്നല്ല. അത് നമ്മൾ കുറച്ചുകൂടി മെച്യൂർ ആകുമ്പോൾ നമുക്ക് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാനത് പഠിക്കുക, ഞാൻ കുറേ ആൾക്കാരെ പരിചയപ്പെടുകയുണ്ടായി. അവരുടെ അനുഭവമൊക്കെ കേട്ടപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി റിലേഷൻഷിപ്പ് മാത്രമല്ല നമ്മുടെ പാരൻസും ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ അത് നല്ലൊരു മോട്ടീവായിരുന്നു. ഞാൻ പഠിക്കാൻ നേരത്തൊക്കെ എൻ്റെ ഫ്രണ്ടിൽ ഒരു ബുക്കോ അല്ലെങ്കിൽ ടാബോ അതിൽ ഞാൻ എൻ്റെ നമുക്ക് എഴുതാനുള്ള കുറേ മോട്ടീവ്സ് ഉണ്ടാവില്ല, നമ്മുടെ പ്രശ്നങ്ങളും ഇപ്പോൾ ഉള്ള കാരണമുള്ള എല്ലാ പ്രശ്നങ്ങളും, എൻ്റെ റിലേഷൻഷിപ്പ്, എൻ്റെ പാരൻസിൻ്റെ സിറ്റുവേഷൻസ്, എൻ്റെ സിറ്റുവേഷൻസ്, അതെല്ലാം ഞാനിങ്ങനെ എഴുതി വയ്ക്കും. എപ്പോഴൊക്കെയാണ് ഞാൻ ഡിപ്രസ്ഡ് ആണ് ഞാൻ അപ്പോൾ അതിലോട്ട് നോക്കും. അതായിരുന്നു എൻ്റെ ശരിക്കും പറഞ്ഞൊരു മോട്ടിവേഷൻ. സോ ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇനി വരാനുള്ള അപ്കമിങ് ആസ്പിറൻസിനോടാണ്. നിങ്ങൾക്ക് 21 വയസ്സാവട്ടെ, നിങ്ങൾക്ക് 35 വയസ്സാവട്ടെ, നിങ്ങൾ ഫസ്റ്റ് PSC ആണെന്നുള്ളൊരു കാര്യം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളൊരു കാര്യം മനസ്സിലായി, PSC എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതുന്ന ഒരു എക്സാമാണ്. നിങ്ങൾക്കത് വീട്ടിലിരുന്ന് 10, 100, 1000 വട്ടം എഴുതിയെടുക്കാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. എൻ്റെ ടൈമിലൊന്നും ഞാൻ PSCയുടെ ഫസ്റ്റ് എക്സാം ആണെന്ന് വെച്ച് പേടിച്ചിട്ടൊന്നുമില്ല. നമുക്ക് അങ്ങനെ ഒരു പേടിയുടെ ആവശ്യമില്ല. നമുക്ക് OMR ഷീറ്റുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ ഒരെണ്ണെടുത്ത് എഴുതിയാൽ തീർന്നു, നമ്മൾ ഫസ്റ്റ് PSC എഴുതിയ പോലെ തന്നെയായി. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് ഇപ്പോൾ പലരും അച്ചീവ് ചെയ്തിരിക്കണവരുണ്ടാവും, ഇപ്പോൾ ഇനി അച്ചീവ് ചെയ്യാനിരിക്കണവരുണ്ടാവും, ചിലപ്പോൾ ആദ്യമായിട്ട് എക്സാം എഴുതണവരുണ്ടാവും.
നിങ്ങൾ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നല്ല രീതിക്ക് ഹാർഡ് വർക്കും എഫേർട്ടും നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട്സും കാര്യങ്ങളും ഉണ്ടാവും. നമുക്ക് ആദ്യമേ ചെറിയൊരു മോട്ടിവേഷൻ കിട്ടും. അത് ഏതൊരു കാര്യത്തിനാണെങ്കിലും എല്ലാവർക്കും. ഇപ്പം ഞാൻ പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആയിരിക്കാം. പക്ഷേ ആ ഒരു മോട്ടിവേഷൻ അല്ല, അതൊരു ഇനീഷ്യൽ പുള്ളാണ്, അല്ല ഇനീഷ്യൽ പുഷാണ്. നമുക്കത് കഴിഞ്ഞിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൺസിസ്റ്റൻസി വേണം. അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യാൻ നോക്കുക. മോട്ടിവേഷൻ, കൺസിസ്റ്റൻസി, ഇത് രണ്ടും നമുക്ക് ത്രൂ ഔട്ട് ഉണ്ടെങ്കിൽ മാത്രം അതിനെയാണ് നമ്മൾ ശരിക്കും ഹാർഡ് വർക്ക് എന്ന് വിളിക്കണേ. ലക്ക് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് PSC ഇല്ല. ഈ ലക്ക് ഇസ് എ കോമ്പിനേഷൻ ഓഫ്, ഇനി ഉണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഹാർഡ് വർക്ക്, എഫേർട്സ് ആൻഡ് ഓൾ യുവർ കൺസിസ്റ്റൻസി ആൻഡ് മോട്ടിവേഷൻ. അപ്പോൾ എനിക്ക് ഇനി വരാനിരിക്കുന്ന ആസ്പിറൻസിനോട് ഒന്നോ പറയാനുള്ളൂ, നിങ്ങളൊന്നും പേടിക്കേണ്ട. നിങ്ങൾക്ക് പ്രായം എത്ര ചെറുതാണെങ്കിലും എത്ര കൂടിയതാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ടോ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയിരിക്കും. അത്ര വലിയ ബുദ്ധിമുട്ടുള്ള എക്സാംസ് ഒന്നുമല്ല PSC. ഇനി നമ്മുടെ എക്സാം എഴുതായിരിക്കുന്ന എല്ലാ ആസ്പിറൻസിനും എൻ്റെ ഒരു ബെസ്റ്റ് ഓഫ് ലക്ക്.